ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയ സ്കൈ ബ്ലോക്കിൻ്റെ സീരീസ് തുടങ്ങിയിരിക്കുകയാണ്. ഒരു കവുണ്ട്. കവ് ഞാൻ തൽക്കാലത്തേക്കും കൊല്ലണ്ട, നമ്മളെ ചെസ്റ്റിലുണ്ടാവും. നമുക്ക് എല്ലാവരും സബ് ചെയ്യുക. സുദീപാനാണ് നമ്മളിപ്പോൾ മൾട്ടിപ്ലെയർ കളിക്കണമെന്നുള്ള ഇതിലാണ്. വേണമെങ്കിൽ പറയാം. ടോർച്ചൊക്കെ ചെസ്റ്റിന് എടുക്കട്ടെ, ചെസ്റ്റിന് വെക്കണം എടുക്കട്ടെ. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആരവട്ടാം എല്ലാം സബ് ചെയ്യാം. ആരും മറക്കണ്ട. അപ്പം നമ്മൾ രണ്ടാമത്തെ ലോകം പൊട്ടിച്ചിരിക്കുകയാണ്. ഇപ്പം ഫോണിൽ കളിക്കുന്ന ബഗ് റോക്ക് അഡീഷൻ ആണ്. ബഗ് പെട്രോക്ക് അഡീഷൻ സ്കൈ ബ്ലോക്ക് കയറ്റണമെന്ന് നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ, ഫോണിൽ കയറ്റണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ കിട്ടാമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. സ്കൈ ബ്ലോക്ക് ഇത് തന്നെ വേണമെങ്കിൽ നമ്മൾ മരം വെട്ടിക്കാൻ സാപ്ലിങ് നോക്കണം. കവ് ഭയങ്കരമാണ്. കവ് പോയിച്ചോട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം. സീഡ് കിട്ടുന്ന സാപ്ലിങ് കിട്ടിയാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യം. സീഡ് കിട്ടുന്ന അപ്പോൾ ഫുഡിനിപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഇവിടെ കുറേ ഐലൻഡ്, ഏതെങ്കിലും ഐലൻഡിലോട്ട് പോകണം. ശരിയായിട്ടും കൈസ് നമ്മൾ ഇത്രയും പൊട്ടിച്ച് സീഡ് പോലും കിട്ടിയില്ലല്ലോ ഗൈസ്. ഇങ്ങനെ പോണേ പണിയാണല്ലോ. ഫുഡ് കിട്ടിയെങ്കിൽ പണിയാണ്. കിട്ടി ഒന്നേ കിട്ടിയുള്ളൂ ഗൈസ്, ഒരൊറ്റ ഒന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം എവിടെ പോകണം? നമുക്ക് ആദ്യം അവിടെ പോകും ഗൈസ്. എന്തായാലും ഈ എപ്പിസോഡിൽ ചിലപ്പോഴേ പോകാൻ മതി ഉണ്ടാവും. പോകണേ നമുക്ക് അവിടേക്ക് പോകാം. പിന്നെ അടുത്ത എവിടെയൊക്കെ പോകേണ്ടി കമൻറ്റ് ചെയ്യേണ്ടി. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് ജംഗിളാണ്, അത് സവാന, ഇത് ബെർച്ച്, അത് പിന്നെ ഡെസേർട്ട്, പിന്നെ അത് നമ്മുടെ സ്വാമ്പ്, അത് ഡാർക്ക് ഓക്ക്, ഇത് ഡാർക്ക് ഓക്കും. പിന്നെ ഇത് ചിലപ്പം ഡാർക്ക് ഓക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് സ്പൂർസ് ആയിരിക്കും. ഇത് മഷ്റൂം. അതാണ് നമ്മൾ അവിടേക്ക് പോകും. ഒരു 10-15 മിനിറ്റ് ഉണ്ടാവും വീഡിയോ. ഓവർ ലെങ്ത്ത് കൂട്ടൂല. നമുക്ക് ആദ്യം ഇവിടുത്തെ ഡർട്ട് ഒട്ടിക്കാൻ ടോർച്ചൊക്കെ പൊട്ടി കുഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത മരം നടണ്ടേ. ഡഗർ സാപ്ലിങ് കിട്ടിയത് ബോഡിയിലോട്ട് വന്നപ്പോൾ അറിയില്ല. ഇങ്ങനല്ലേ ഇവിടെ ഇത് പൊട്ടിക്കുക. നമുക്ക് വാട്ടർ ഐസ് തെറ്റിട്ടുണ്ടല്ലോ. ഐസ് ഇവിടെ വെക്കാം. ലാവപ്പം ഒഴിക്കേണ്ട. ഐസ് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അത് വാട്ടറായി പോകും. ഇവിടെ ലാവ ഒഴിക്കാം. അപ്പോൾ അത് ഇവിടേക്ക് പ്രശ്നമൊക്കെ കറക്റ്റായി. ഇനി നമുക്ക് ചെയ്യേണ്ടി ഇപ്പം സേഫായിട്ട് കാണുമ്പോൾ ഈ ബക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ സീപ്പിക്കളും ടർട്ടിലൊക്കെ ഉണ്ട്. ഇപ്പം എന്താണെന്ന് അറിയില്ല. നമ്മൾ ഗ്രാസൊക്കെ ആവശ്യമുണ്ട്. ആവശ്യമുള്ള സാധനം മാത്രം കയ്യിലേക്ക്. അതോ നമ്മൾ ഗ്രാസൊക്കെ മാറിപ്പോയി. എന്താ പ്രശ്നം? കുറേ സാപ്ലിങ് അതൊക്കെ കിട്ടിയാണ്. സാപ്ലിങ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവെക്കാം. എല്ലാം ഉണ്ട്. ഒരു സാപ്ലിങ് കൂടി നട്ടുവെക്കാം.
എൻ്റെ ബേക്കിനകത്തൊക്കെ ലാവ അല്ലെങ്കിൽ ഇവിടെ ഒരു സൈഡിൽ ഇട്ടിട്ടാൽ നമുക്ക് അടുത്ത ചെയ്യേണ്ടി കബസ്റ്റം മൈനാണ്. ആദ്യം ഇത് കുറേ ആയിട്ടുണ്ടാക്കുക, ഫുള്ളായിപ്പോയി. ടോർച്ച് നമ്മൾ കടണ്ട്, അപ്പോൾ പ്രശ്നമില്ല. രണ്ടെണ്ണം കേട്ടോ. ഇവിടെ പോയി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണ്ടേ ഗൈസ്, അത് മറക്കരുത് ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഇത് നമ്മൾ ഇത്രയും തോന്നിയ ഇത് വെട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു സ്വാഡ് വെക്കട്ടെ, പിന്നെ ഒരു പിക്കാക്സ്, ഇത്ര മതി. ബാക്കി ഷവലിനകത്ത് നമുക്ക് കിട്ടില്ല. സേവ് ചെയ്ത് വെക്കാം. തോടാക്കട്ടെ, മരം വളരണം. നമ്മളൊരിക്കലും ഗ്രാസ് യൂസ് ചെയ്ത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. മറ്റേത് അത് ഒട്ടിച്ചാണ്ട് പിന്നെ ഇരുന്ന് ഇവിടെ പോയി എല്ലാവരും സബ് കേട്ടോ. പിന്നെ ഒരു പ്രശ്നം തീ കാത്തു പിന്നെയും കാട്ടു തീ പ്രശ്നം ബക്കറ്റ് കിടക്കണം. എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റിയേക്കാം, മരം നമുക്ക് അല്ലെങ്കിൽ ഇവിടെ വെക്കാൻ പ്രശ്നമാണ് ഗൈസ്. ഇനിയില്ല അവിടേക്ക് കാട്ടു തീനി ഉണ്ടാവില്ലേ. നമ്മളിത് ആ താഴെ വരെ പൊട്ടിച്ചാൽ മതിയോ? നമ്മൾ താഴോട്ട് കാണാൻ പ്രശ്നമാണ്. നമ്മൾ അഥവാ താഴോട്ട് താഴോട്ട് ഇവിടെ വെളിച്ചുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് നിൽക്കാം. ഇവിടെ വുഡ് വെച്ചാൽ മതി. വുഡ് വെക്കണം, ട്രാപ്പ് ഡോർ വെച്ചാൽ മതി. ഇപ്പം നമ്മൾ വുഡ് അധികം ഇല്ലാത്തതാണ് നമുക്ക് ശരിയാണ്. പിന്നെ ഭയങ്കര എക്സ്പീഷ്യൽ തോന്നില്ല, നിങ്ങൾ കണ്ടല്ലോ കത്തി പോകുന്നൊക്കെ മുറിച്ചെടുക്കാം. എല്ലാവരും സബ് ചെയ്യാം. നമ്മളിപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ്, ഇതിൻ്റെ മുമ്പ് കുറേ ഗ്രീൻ സ്ക്രീനൊക്കെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഡേ ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ പോലെ, ഡേ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ ഡേ ടൈം ആയിട്ട് ഞങ്ങളുള്ള സ്റ്റോൺ ടൂൾസിലോട്ട് മാറി. പിന്നെ നമ്മൾ ഇത് അങ്ങോട്ടേക്ക് നീക്കിച്ച് വുഡൂടി ഒന്ന് മാറ്റണം. പോലെ പ്ലീസ്. ഞാൻ 2 മരം ഇപ്പോൾ വളർന്നില്ല. എനിക്ക് തോന്നുന്നത് വെച്ച് നമുക്ക് അടുത്തുള്ള സ്ഥലത്തേക്ക് പോകാനാണ് നോക്കാം ഗൈസ്. സോറി ഗൈസ്, സൈലൻ്റ് ആയിപ്പോയി. നമുക്ക് ഐലൻഡിലോട്ട് പോകണം. അപ്പം നമുക്ക് സ്ലാബ് ഉണ്ടാക്കണം. ഫുള്ള് സ്ലാബ് ഉണ്ടാക്കിയേക്കല്ലേ. ബേസിൻ്റെ ചുറ്റും എന്തായാലും നമ്മൾ അങ്ങോട്ടേക്കല്ലേ പോകുന്നത്. അപ്പം
ബേസിൻ്റെ ചുറ്റും ഗൈസ് ഇങ്ങോട്ട് ഇത് വെക്കാം. പിന്നെ ഇങ്ങനെ എല്ലായിടത്തും നോക്കരുത്, വെക്കുമ്പോൾ താത്തി വെക്കണം. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ വെക്കുന്നത് നമ്മൾ താഴത്ത് റീസ്പോൺ ആകുമ്പോൾ ഇമെയിൽ റീസ്പോൺ ആകുമ്പോൾ റോക്ക് എഡീഷൻ്റെ ബഗ് കാരണം നമ്മൾ പിന്നെയും താഴോട്ട് വീണുകൊണ്ടേ നമുക്ക് സ്പോൺ ആവുക, താഴോട്ട് വെക്കുക. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. ഇവിടെ മാത്രമേ ഇനി അങ്ങോട്ട് ഉള്ളൊക്കെ താഴോട്ടേക്ക് ബേസ് തോന്നുന്നു. ബേസ് ഒന്നുകൂടി ഉണ്ടാക്കാം. നമ്മൾ ഗൈസ് ഒരു 10 മിനിറ്റൊക്കെ കഴിക്കാൻ വീഡിയോ മരം വളർന്നു നമ്മൾ ശ്രദ്ധിക്കാൻ വന്നു. ഒരു മരം ആടെ ഫില്ല് ചെയ്യണ്ടല്ലേ, ഫില്ല് നമുക്ക് ഇതിവിടെ ഇങ്ങനെ വെക്കാം ഗൈസ്. ഞാൻ ഈ മരം ഇട്ടിട്ട് മരം വെട്ടിയിട്ട് ഇവിടെ ചെറിയൊരു വിഷയമുണ്ട്, അത് സോൾവ് ആക്കിയിട്ട് ഞാൻ പറയാം. ഗൈസ് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ ആ വുഡ് ഫുള്ളിട്ട് ഇതൊരു ലെയർ കൂടി എക്സ്പാൻഡ് ചെയ്ത് ഈ ഒരു മരം വളർന്നു, അതിപ്പം വളർന്നിട്ട് നമുക്ക് പിന്നെ വെട്ടാം. അതുകൊണ്ട് ഇപ്പം തന്നെ വെട്ടല്ലേ ഗൈസ്. അപ്പം ഞാൻ ചെറുങ്ങനെ ബ്രിഡ്ജ് ഉണ്ടാക്കിയുണ്ട്. ബ്രിഡ്ജ് ഉണ്ടാക്കുമ്പോഴാണ് റെക്കോർഡ് ചെയ്യാൻ അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ വരെ പോകാം. ഇത് ഇവിടെ ഞാൻ താഴോട്ടാക്കിയെന്ന് വെച്ചാൽ അങ്ങനെയുള്ളടത്ത് മൊബൈൽ ഫോൺ അറ്റൻഡ് ടോർച്ച് ഇവിടെ വെക്കട്ടെ, അല്ലെങ്കിൽ അതാ ചെറിയ ലൈറ്റ് ഇല്ലെങ്കിൽ അവിടെ ബ്ലോക്സ് എല്ലാം കൊണ്ട് പേടിയാണ്. ഇത് ഹാർഡാണ് ഡിഫിക്കൽട്ടി. പിന്നെ ഞാൻ ഈ ബ്ലോക്ക് ഫുള്ള് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യണം. കുറച്ചാടേക്ക് വെക്കാം, എന്നിട്ട് പിന്നെ ഞങ്ങൾ അപ്ഡേറ്റ് അടത്തിയിട്ട് എത്തിയില്ല ബ്ലോക്ക് തീർന്നാൽ നമുക്ക് ഇനി മൈൻ ചെയ്യാം. അപ്പം അടത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പോൾ ശരി ഗൈസ്, അവിടെ എത്തിക്കുന്നു. ഇവിടെ ടോർച്ചിച്ച് ഇച്ചറിഞ്ഞത് മറ്റേ ഒരു ബെറി ഉണ്ടായി. അത് ഉണ്ടല്ലോ കൊല്ല ഗൈസ് ബെറി. ഇവിടെ ബെറി ഉണ്ട്. അതെത്തിയിട്ട് നമുക്ക് നമ്മളെ സ്ഥലത്ത് പോയി ഫാം ചെയ്യാം. സാപ്ലിങ് നമുക്ക് അടുത്ത് തന്നെ പോയി നമ്മളെ സ്ഥലത്ത് തന്നെ ഫാം ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ അടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു ബിയർ ഐലൻഡ് ഉണ്ട്. നിങ്ങൾ അതിൻ്റെ അപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇക്കിളും അല്ലേ, അവിടെ ഇക്കിളും ഉണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇക്കിളുവിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മളെ ബേസിലോട്ട് തുണിച്ച് പോവാം. ഇത് രാത്രി ആവാൻ നേരത്ത് കറക്റ്റ് ടൈമിന് ഇത് സ്റ്റാർട്ടായി അവിടെ കെട്ടിയാൽ മതിയായിരുന്നു. ഹലോ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് വിൽക്കാണ്ടെന്ന് വിൽക്കില്ല, നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴും പൊട്ടിയിട്ടില്ല, മരം പൊട്ടിയില്ല. നമുക്ക് വേറെ ഇവിടെ നടണം. തുടക്കട്ടെ നമുക്ക് കുറിച്ച് നടാം. ഇവിടെ നിൽക്കട്ടെ. സ്ലാബ് 2 ബാക്കിയുണ്ട്, അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നടാം. അപ്പം ഞാനിപ്പോൾ നോക്കുന്നത് മരം ഇവിടെ നടുന്നു. മരം നമുക്ക് ഇവിടെ തന്നെ നടാം. ഇവിടെ നടല്ലേ ഗൈസ്.
നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് കവർ ചെയ്യാം. സ്ലബ് ഒരു ഡേർട്ട് വെച്ച് ഇതുകൾ പ്ലാന്റ് ചെയ്ത് നമുക്ക് ഇത് ഒന്നുകൂടെ പ്ലാന്റ് ചെയ്യാം. ഡാമേജ് കിട്ടും, ഡാമേജ് കിട്ടില്ല ഗൈസ്. അപ്പോൾ എന്നാലേ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് പ്ലാൻ. അപ്പോൾ ഇന്ന് ഇത്രേ ചെയ്യാനുള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പം ബൈ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഷോർട്സ് ഇടാനോ, ഷോർട്സ് ഇപ്പോൾ തൽക്കാലത്ത് ഇടാൻ കിട്ടാത്തതിനെ കൊണ്ട് ഡൗട്ട്. മറ്റേ യൂട്യൂബിൽ ഗ്രീൻ സ്ക്രീനൊക്കെ എനിക്ക് ഡേർട്ടൊക്കെ ഫുൾ എടുക്കണം. എന്താണ് സൂപ്പർ 19 ഡാമേജ് ഇട്ടിട്ട് ഫുള്ള് ഇത് പെട്ടെന്ന് വളർന്നപ്പോൾ നൈസ്. ശരി ഗൈസ്, അടുത്ത എപ്പിസോഡിലാണ്. ബൈ.